ഈ പൂവിൻ്റെ ഭംഗി കണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞത്. അപ്പോൾ കിട്ടിയ പേരാണ് കേശവർദ്ധിനി, കേശകാന്തി, കേശസംരക്ഷണി. ശരിക്കും ഞാനങ്ങ് അതിശയിച്ചു. അകാലനര, മുടി കൊഴിച്ചിൽ, താരൻ, പേനുയീരുമാറ ഇതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിളിൽ കണ്ടത്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആദ്യം ആദ്യമാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. ഇതിൻ്റെ ഇല ഒരു മാങ്ങയുടെ മണമാണ് ഞെവിടി നോക്കുമ്പോൾ. ഇതിൻ്റെ കുറച്ച് ഇല എടുത്ത് ഞെവിടി അപ്പോൾ നീര് വരും. ആ നീര് തലയൊട്ടി പുരട്ടിയാൽ ഈ അകാലനരയ്ക്കും മുടിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണെന്നാണ് കേട്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടും ഇലയെല്ലാം കൂടി ചതച്ച് നീര് പിഴിഞ്ഞ് എണ്ണ കാച്ചിയും ഉപയോഗിച്ചാൽ ഇതേ പ്രയോജനങ്ങൾ ലഭിക്കും. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് നല്ല ഭംഗിയാണ് ഈ പൂവിന്. ലാർക്ക് ഡെയ്സി എന്ന പേരുണ്ട്. ആ ലാർക്ക് ഡെയ്സിയുടെ ഗുണങ്ങൾ അടിച്ചപ്പോൾ കണ്ടത് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ എന്നീ ഗുണങ്ങളുണ്ടെന്നാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ തലയുടെ ഈ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഇത് വിത്ത് വീണും കിളിക്കും. അതുപോലെ നമുക്ക് കമ്പ് നട്ടും അത് പിടിപ്പിക്കാം. ബ്രസീലിയൻ ബട്ടൺ ഫ്ലവർ എന്നൊരു പേരുണ്ട് കേട്ടോ. ബ്രസീലിയൻ ബട്ടൺ ഫ്ലവർ കണ്ടോ, ബട്ടൺ പോലെയാണ് നിൽക്കുന്നത്.